പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ആർക്കെങ്കിലും ഒക്കെ പോയിട്ട് ഇത് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് വില്ലിങ്ങും ആയിരിക്കില്ല. അപ്പോൾ ആരാണ് ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ യോഗ്യരായ ഒരു ഹ്യൂമൻ ബീയിങ്? എന്താണ് അതിനുള്ളൊരു ക്രൈറ്റീരിയ? നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ആ ഒരു പേഷ്യൻ്റ് സ്റ്റേജ് 5 ക്രോണിക് കിഡ്നി ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്ന് നമ്മൾ ആദ്യം തൽക്കാലത്തേക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യും. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിനോ അല്ലെങ്കിൽ ആ രോഗിക്ക് ആരെങ്കിലും കിഡ്നി ഡൊണേറ്റ് ചെയ്യാനുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കും. അത് പല ഘടകങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും നല്ലത് ഒരേ ബ്ലഡ് ഗ്രൂപ്പുള്ള ബന്ധുക്കളിൽ നിന്നാണ്. അതായത് അച്ഛനമ്മ, സഹോദരങ്ങൾ അല്ലെങ്കിൽ മക്കൾ, ഇവരിൽ നിന്നായിരിക്കും നമ്മൾ ആദ്യത്തെ പരിഗണന നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് നമ്മുടെ വയ്ക്കാൻ പോകുന്ന കിഡ്നിയുടെ ഫങ്ഷൻ കുറേ നാളെ കൂടെ ബെറ്റർ ആയിരിക്കും. ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ റിജക്ഷൻ ചാൻസ് കുറവായിരിക്കും. അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ബന്ധുക്കളിൽ നിന്ന് തന്നെ കിഡ്നി സ്വീകരിച്ചാൽ നമുക്ക് അത് കുറേ കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. കോംപ്ലിക്കേഷൻ ചാൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിൽ തന്നെ നമുക്ക് കിഡ്നി ആരെങ്കിലും കൊടുക്കാൻ സന്നദ്ധരാണോ ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കുന്നതാണ് കുറേ കൂടെ നല്ലത്. പക്ഷേ ഈ ഇടക്കാലത്ത് കുറച്ച് വർഷങ്ങളായിട്ട് അടുത്ത ബന്ധുക്കളാണ്, പക്ഷേ വേറെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നും അവർക്ക് ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ABO ഇൻകോമ്പാറ്റബിൾ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ നമ്മൾ ചെയ്യാറുണ്ട്.